അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനന്തു അർച്ചനയെ ഫോൺ വിളിച്ച് കാര്യങ്ങളെല്ലാം അനന്തുവിനോട് അർച്ചന പറയണ്. നീ ഏതായാലും വരണ്ട എന്ന് പറയണം കേട്ടോ. അതേസമയം അർച്ചന ഫോൺ വെച്ചതിന് ശേഷം രമ്യയും മഞ്ജുവും കൂടി അനന്തുവിനോട് ചോദിക്കുക, എന്താ പറ്റി, എന്താണ് ചേച്ചി, ആരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനന്തു അറിയുന്ന കാര്യങ്ങൾ ചേച്ചി അർച്ചന പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറയണം. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയും, ഇന്ന് കാലത്തൊക്കെ ആരെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ, പിന്നെ അതിൻ്റെ പിന്നിലായിരിക്കും വല്ല വേലികളെടുത്ത് തലയിൽ വെക്കുന്നത് എന്തിനാണ് ഈ ചേച്ചി എന്നിങ്ങനെ പറയും. അപ്പോൾ അനന്തു പറയുന്നുണ്ട്, എന്താ മഞ്ജു നീ ഇങ്ങനെ പറയുന്നത്, ഒരാൾ അത്യാസന്ന നിലയിൽ ആക്സിഡൻ്റായി വഴി കിടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നനച്ച് നമുക്ക് പോകാൻ പറ്റുമോ, നമ്മളിൽ ആരെങ്കിലും തന്നെ അങ്ങനെ ആവുമ്പോൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ എന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ മഞ്ജുവിൽ ഒരു തരം ദേഷ്യം വരികയാണ് കേട്ടോ. അതേസമയം അവിടെ ആശുപത്രിയിൽ അർച്ചന വരാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ അർച്ചനയെ ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ. ഡോക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഇയാൾക്ക് ഇത്തിരി സീരിയസ് ആണ്, ഇയാൾ എപ്പോഴും ഇങ്ങനെ ഒരു മദ്യപാനിയാണോ, ഇയാളുടെ ദുശീലങ്ങളാണോ ഇയാൾക്കെല്ലാം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം അർച്ചന ഡോക്ടറോട് മുമ്പിൽ അതൊന്നും എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് പറയുന്നത് കേൾക്കുമ്പോൾ ഡോക്ടർ ചോദിക്കേണ്ടത്, എന്താണ് അറിയില്ല എന്നോ, നിങ്ങളുടെ ഭർത്താവല്ലേ, പിന്നെ എന്താ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഭർത്താവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറോട് പറയും, അയ്യോ ഇതെൻ്റെ ഭർത്താവല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഇങ്ങനെ ആക്സിഡൻ്റായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഉള്ളത് സത്യമാണ്. അതിൽ കൂടുതൽ എനിക്ക് ഇയാളായിട്ട് ഒരു ബന്ധമില്ല, പക്ഷേ ഇയാളെ ഞാൻ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു പരിചയമുണ്ട്, ആ പരിചയത്തിൻ്റെ പേരിൽ ഞാൻ കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് ഡോക്ടർ പറയാം, അപ്പോൾ ഇയാളുടെ കാര്യം നീ എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന ആകെ അന്തം വിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുകുന്ദനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഇവർ ശരിക്കും അറിയുക ഈ JK എങ്ങനെയാണ് ഈ പ്രശ്നക്കാരനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പോഴാണ് അറിയുക. പക്ഷേ JKക്ക് അപ്പോഴേക്കും ബോധം വരികയാണ്. ബോധം വന്നിട്ട് അർച്ചനയാണ് തന്നെ രക്ഷിച്ചു കൊണ്ടുവന്നുള്ളതല്ല JK മനസ്സിലാക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ.